ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. റാക്ക് സ്റ്റിയറിംഗ് ലീക്ക് ഉണ്ടായിരുന്നു, അത് സോർട്ട് ഔട്ട് ചെയ്തു. അതേപോലെ തന്നെ CV ജോയിൻ്റെ ബൂട്ടൊക്കെ മാറി, ഹൈറ്റ് കുറച്ചു. പിന്നെ എയർ ഫിൽറ്റർ BMC ആയിരുന്നു, അത് കംപ്ലീറ്റ്ലി ചളിയും പൊടിയൊക്കെ പിടിച്ചിട്ട് ഇതായതുകൊണ്ട് അത് മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റർ ഇട്ടു. അതോടുകൂടി ഇനീഷ്യൽ പിക്കപ്പ് ഒക്കെ ബെറ്റർ ആയി. ഇപ്പം എല്ലാം സമാധാനമായിട്ടിരിക്കുകയാണ്. റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്, അത് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണം. അതേപോലെ ജെയ്ദിനെ മുംതാസാക്കി മാറ്റണം. അതാണ് നിൽക്കുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് സമാധാനത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു പുതിയ അവതാരം പ്രശ്നമായിട്ട് വന്നത്. എഗെയിൻ ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. റാക്ക് സ്റ്റിയറിംഗിൽ എഗെയിൻ ലീക്ക് ഉണ്ട്. വണ്ടർ അടി മൊത്തം ലീക്കാണ്. അപ്പോൾ എവിടുന്നാന്നുള്ളത് മനസ്സിലാവണില്ല. വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചോദിച്ചു നോക്കിയപ്പോൾ മൊത്തം ലീക്കുള്ളതുകൊണ്ട് റാക്ക് സ്റ്റിയറിംഗിലൊക്കെ ഒറ്റുണ്ട്. അപ്പോൾ റാക്ക് സ്റ്റിയറിംഗ് ഇപ്പം നമ്മളാണെങ്കിൽ പുതിയത് വാങ്ങിച്ചതല്ലേ, ആഫ്റ്റർ മാർക്കറ്റ് ആണ്. അപ്പോൾ അതിനൊരു വാറണ്ടി ടൈം ഉണ്ട് 1 month. അതിനുള്ളിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അങ്ങനെ ലീക്ക് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു കേട്ടോ. മെക്കാനിക് ഷോപ്പിൽ നിന്നൊന്നും അറിയാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് JD ആണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് രാത്രി ആളുടെ വീട്ടിൽ പോയി ചെയ്ത കാര്യം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റാക്ക് സ്റ്റിയറിംഗിൻ്റെ ലീക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ. കണ്ടില്ലേ എത്ര പറ്റണം നോക്കി. Yesterday I cleaned that area crystal clear. Man, you'll run out of oil after that. Seriously? Yeah, but I don't think it will be that much. What is put over there? There is silicone, huh? You see on the dipstick. It's there for a long time. This thing gets very hot, man. Okay, അപ്പോൾ നമ്മുടെ ലീക്ക് ഏകദേശം തീരുമാനമായി. Leak is not from rack. JD, it's not from rack, right? No. Maybe this oil is going to the rack now. Yeah, coming out from there. Give me one second to see. Yeah, take it time. അയ്യോ, പുതിയ പണിയാണല്ലോ. ഓയിൽ പാന് ലീക്കാണ്. റാറ്റ്ലിംഗ് സൗണ്ട് ഇതുവരെ പോയിട്ടില്ല, അത് ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഇനിയിപ്പോൾ എന്താവും അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഓയിൽ പാന് ലീക്ക് വന്നിട്ടുണ്ട് കേട്ടോ. I don't know if it's your oil pan or your crank steel. ഇപ്പോൾ സമയം ഏകദേശം 11:30 കേട്ടോ. അങ്ങനെ ഒരുപാട് തെരച്ചിലിൻ്റെ ഒടുവിൽ അവസാനം ലീക്ക് എവിടുന്നാന്ന് കണ്ടുപിടിച്ചു. ലീക്ക് വരുന്നത് ഫ്രണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് സീൽ നിന്നാണ് കേട്ടോ. ആ ഡിപ്സ്റ്റിക്കിൻ്റെ നേരെ ബാക്കിൽ സെൻട്രലായിട്ടാണ് അത് സംഭവം. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് സംഭവം. അതിൻ്റെ ലീക്കായി താഴെയൊക്കെ കാണുന്നത്. പവർ സ്റ്റിയറിംഗ് റാക്കിന് ലീക്കില്ല, അത് കൺഫേം ആയി. ഞാൻ പവർ സ്റ്റിയറിംഗ് റാക്ക് ലീക്കാണെന്നാണ് കരുതിയത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സീല് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവേണ്ടതാണ് കേട്ടോ. സംഭവം രസമാണ്, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. കണ്ടുപിടിച്ചില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ കേട്ടോ. എന്തായാലും അത് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. പിന്നെ നമുക്ക് ആകുള്ളത് റാറ്റ്ലിംഗ് സൗണ്ടാണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്. എന്തായാലും അടുത്തതിൽ ഞാൻ ആ ബാക്കി കാര്യം കൂടി കാണിക്കാം. ഓക്കെ.